ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകാം. ആദ്യം തന്നെ നമുക്കൊരു പ്ലേറ്റ് ഒരു കഴുകിയിട്ട് നല്ലോണം വെള്ളമൊക്കെ തുടച്ചിട്ടുള്ളൊരു പ്ലേറ്റിനകത്ത് ഈ അളവിലുള്ള മൈദ നമ്മൾ ഇതിലോട്ട് ഇടണം. ഇതിലോട്ടിട്ടിട്ട് 2 സ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ വാനില എസൻസ് ഇട്ടു. ഇനി നമുക്ക് ഇച്ചിരി പാലൊഴിക്കേണ്ടതാണ്. ആവശ്യത്തിന് ഇച്ചിരി കുറച്ചായിട്ട്, പിന്നെ വേണമെങ്കിൽ പിന്നെ ഇച്ചിരി ഇളക്കിയാൽ മതി. പിന്നെ കൂടിപ്പോയിട്ട് ഇച്ചിരി മൈദ ചേർക്കുന്നത് ഇച്ചിരി കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇളക്കി കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇച്ചിരി നേരം അത് ഫ്രിഡ്ജിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ക്രീമാണ് ഉണ്ടാക്കേണ്ടത്. അതിനായി നമ്മൾ നേരത്തെ എടുത്ത അതിനകത്ത് ഇച്ചിരി മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി വാനില എസൻസ് 2 ടേബിൾ സ്പൂൺ. ഓക്കെ, 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഇച്ചിരി പാൽ ഒഴിക്കും. 2 സ്പൂൺ മതിയായിരിക്കും. ഓക്കെ, നമുക്കിനി പാലും, പിന്നെ നിങ്ങൾക്ക് പാലൊഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം. ഇച്ചിരി ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നേരം നമ്മുടെ കേക്കിൻ്റെ മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേന് ഇച്ചിരി കട്ട പിടിക്കണം. എന്നാലേ കേക്കിൻ്റെ കൂടെ ഇടാൻ പറ്റൂ. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ല, മറ്റേതെടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരുമാതിരി ഇത് കണ്ടോ ഗൈസ്, നല്ല ഒരുമാതിരി ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒരു പാനിലേക്ക് കമത്തി വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ അളവായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അടപ്പെങ്ങാനും വെച്ചിട്ട്
ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇനി നമ്മുടെ ക്രീം നമുക്ക് റെഡിയായെന്ന് നോക്കാം. ഓക്കെ, ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മുടെ കേക്ക് വെന്തോന്നൊന്ന് നോക്കണം. ഇനി ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കണം. വെന്ത് സ്റ്റിക്ക് പറ്റുകയാണെങ്കിൽ വെന്തില്ലെന്നാണ് അർത്ഥം. സ്റ്റിക്ക് പറ്റുമെങ്കിൽ സ്റ്റിക്കില്ലെന്നാണ് അർത്ഥം. ഓക്കെ, നമുക്കിനി അടച്ച് കേക്കിനകത്ത് വെക്കാം. നമ്മൾ കേക്ക് വെക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ കേക്ക്. ഇതാണ് നമ്മുടെ കേക്ക്. മമ്മി